കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നത്. കൊച്ചി മെട്രോ UDF സർക്കാർ കൊടുത്ത ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിൽ കിടക്കുന്ന നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാതെ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് വിളിച്ചു പറഞ്ഞ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ CPM നടപടി എടുക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. UDFന്റെ പുതുയുഗയാത്രയ്ക്ക് ശ്രീകണ്ഠാപുരത്ത് നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. 3 CPM നേതാക്കളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിൽ കിടക്കുന്നത്. ശബരിമല അയ്യപ്പന്റെ സ്വർണം കെട്ടി ജയിലിൽ കിടക്കുന്നവർക്കെതിരെ നടപടി എടുക്കാത്തതിനെക്കുറിച്ച് CPM സംസ്ഥാന സെക്രട്ടറിയോട് ആരെങ്കിലും ചോദിച്ചാൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറഞ്ഞ് ചോദിച്ചവരെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് പതിവ് രീതി. ഖജനാവിൽ പൂച്ച പ്രസവിച്ചു കിടക്കുമ്പോഴാണ് ബജറ്റിൽ നടപ്പാക്കാൻ കഴിയാത്ത കോടികളുടെ പദ്ധതികളുടെ പ്രഖ്യാപനം. ഇതുവരെ പ്രഖ്യാപിക്കാത്ത സാമൂഹിക സുരക്ഷാ പെൻഷൻ വർധന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ചത് ജനങ്ങളെ പറ്റിക്കാനായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ അനുവദിച്ച 400 രൂപ വാങ്ങി കീശലിട്ട് ജനങ്ങൾ UDFന് വോട്ട് ചെയ്തത്. 100 സീറ്റുകൾ വാങ്ങി കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നും അധികാരത്തിൽ വന്നാൽ കേരളത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ട്. ഉത്തരേന്ത്യയിൽ സംഘപരിവാർ കത്തിക്കുന്ന അതേ വർഗീയതയാണ് 4 വോട്ടിനു വേണ്ടി CPM കേരളത്തിൽ കത്തിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. UDF ഇരിക്കൂർ മണ്ഡലം ചെയർമാൻ തോമസ് വക്കത്താനം അധ്യക്ഷത വഹിച്ചു. CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം K സുധാകരൻ MP, UDF സംസ്ഥാന ചെയർമാൻ അടൂർ പ്രകാശ്, രമ്യ ഹരിദാസ്, KPCC സെക്രട്ടറി ജോണി സെബാസ്റ്റ്യൻ, സജീവ് ജോസഫ് MLA, TNA ഖാദർ, S മുഹമ്മദ്, ഡോക്ടർ KV ഫിലോമിന, ജോഷി കണ്ടത്തിൽ, EV രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. നേതാക്കളായ MO മാധവൻ, KP ഗംഗാധരൻ, ബിജു പുളിയൻതൊട്ടി, K സലാഹുദ്ദീൻ, VA റഹീം, NP റഷീദ്, തങ്കച്ചൻ മാത്യു, കൊയം ജനാർദ്ദനൻ എന്നിവർ നേതൃത്വം നൽകി. ഷാഫി പറമ്പിൽ MP, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, ലീഗ് ജില്ലാ പ്രസിഡന്റ് കരീം ചേലേരി, UDF ജില്ലാ ചെയർമാൻ PT മാത്യു എന്നിവരോടൊപ്പമാണ് പ്രതിപക്ഷ നേതാവ് വേദിയിലെത്തിയത്. കേരളത്തിന്റെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കി അധികാരത്തിലേക്ക് വരേണ്ട മുന്നണിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തെ തകർത്ത ഈ സർക്കാരിന്റെ തെറ്റായ നടപടികൾ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. അവരാരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കെതിരായി നമ്മൾ സമർപ്പിച്ച കുറ്റപത്രം ജനങ്ങൾ ജനകീയ വിചാരണയിലൂടെ വിചാരണ നടത്തിയിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദ്യമുണ്ട്, ഇവര് തകർത്തിട്ട കേരളത്തെ നിങ്ങൾ എങ്ങനെ രക്ഷിക്കും? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി, രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രതിപക്ഷം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കേരളത്തെ രക്ഷിക്കാനുള്ള കർമ്മ പരിപാടികളുമായി കൂടി വരുന്ന ഒരു യാത്രയാണ്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തീർന്നു. 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പിണറായി വിജയൻ ഭരണത്തിനോട് സലാം പറയാൻ പോകുന്ന അടുത്ത മാസം. കടത്തിന്റെ കാണാക്കയങ്ങളിലേക്കാണ് കേരളത്തെ തള്ളിയിട്ടത്. പക്ഷേ അവിടെ നിന്ന് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൈ പിടിച്ചുയർത്താൻ, കേരളത്തിന്റെ ഇക്കോണമിയെ മാറ്റിമറിക്കാൻ ഉള്ള പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. ആത്മവിശ്വാസത്തോടെ, വെറുതെയല്ല, ഗവേഷണ തുല്യമായ പ്രവർത്തനങ്ങളാണ് 2 വർഷമായി നമ്മൾ നടത്തുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗത്തിൽ വിവിധ രംഗങ്ങളിൽ പ്രശോഭിച്ചിട്ടുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടുള്ള നിരന്തരമായ ആശയവിനിമയം നടത്തിയ കൃത്യമായ പദ്ധതികളുമായി നമ്മൾ പറഞ്ഞു. ആരോഗ്യ കേരളം